ഹേ ടീം, ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് പൈത്തണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിസ്റ്റ്. അപ്പം ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ഇതുവരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരു വേരിയബിളിൽ നമുക്ക് ഒരു ഡാറ്റ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പം ജാഫറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഡാറ്റ, അല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്നതിൽ നമുക്കൊരു സിംഗിൾ മാർക്ക് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു വേരിയബിൾ ഒരു ഡാറ്റ ഉണ്ടായിരുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നമുക്കൊരു കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അരേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ജാവാസ്ക്രിപ്റ്റിലാണെങ്കിലും C++ലാണെങ്കിലും ഒക്കെ ഉള്ള ഒരു കോൺസെപ്റ്റാണ് അരേ. അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ലിസ്റ്റ്. ലിസ്റ്റിൻ്റെ കേസിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ്. ഒരു വാല്യൂ തന്നെ പല പ്രാവശ്യം ലിസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് വർക്കാവും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജാഫർ, സുജിത്ത്, അജ്സൽ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റിൽ മൾട്ടിപ്പിൾ വാല്യൂസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സ്കോർസ് ഈക്വൽ ടു ഞാനിവിടെ ഒരു 50, 45, 46 ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് ഇതിൻ്റെ ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് ഇൻറ്റിജറാണ്. നമ്മളിതിൽ കൊടുക്കുന്ന വാല്യൂ ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കർസർ വെച്ച് നമുക്ക് എനിക്ക് അറിയാൻ പറ്റും ലിസ്റ്റ് ഓഫ് ഇൻറ്റിജറാണ്. ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെയും ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈവൻ ഇവിടെ വാല്യൂ റിപ്പീറ്റ് ആകുന്നത് കൊണ്ട് ഇപ്പോൾ ഞാനിവിടെ 50 എന്നുള്ളത് റിപ്പീറ്റ് ആയി, അത് ശരിക്കും ലിസ്റ്റിൽ അലൗഡ് ആണ്. റിപ്പീറ്റഡ് വാല്യൂ വരുന്നത് കൊണ്ട് ലിസ്റ്റിന് യാതൊരു പ്രശ്നമില്ല. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ലിസ്റ്റ്. ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോമ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പം സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന വേറെ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതെനിക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് എന്ന് പറയുന്നൊരു മെത്തേഡ് പൈത്തണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ ഇതേപോലെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ രണ്ടും എക്സാക്ട്ലി ആവുന്നത് രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതും ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആണ്, ഇത് ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്രിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ടും ഒരുപോലെ തന്നെ ഉള്ളത്. പക്ഷെ സാധാരണ നമ്മൾ ഉപയോഗിക്കുക പൈത്തണിൽ എപ്പോഴും ഉപയോഗിക്കുക ഈ ഒരു അപ്രോച്ചാണ്. സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു അപ്രോച്ചേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ ഈ ഒരു സിൻടാക്സ് നമ്മൾ ഉപയോഗിക്കൽ വളരെ കുറവാണ്, പൊതുവെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ലിസ്റ്റിൻ്റെ നമുക്ക് കുറേ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. ലിസ്റ്റിലേക്ക് പുതിയ വാല്യൂസിനെ ആഡ് ചെയ്യുക, അതിൽ നിന്നുള്ള വാല്യൂസിനെ റിട്രീവ് ചെയ്യുക, റിമൂവ് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ലിസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒരു ലിസ്റ്റിൽ നമുക്ക് വാല്യൂസിനെ റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് ഈ ജാഫർ എന്നുള്ള വാല്യൂനെ റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ പൊസിഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ വാല്യൂ റിട്രീവ് ചെയ്യാൻ പറ്റും. നമ്മൾ വിളിക്കൽ ഇൻഡെക്സ് എന്നാണ്. അതിൻ്റെ ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ റിട്രീവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് എല്ലാ ലിസ്റ്റിലും 0th പൊസിഷൻ മുതലാണ്, അല്ലെങ്കിൽ 0 ഇൻഡെക്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് നമ്മൾ 0th ഇൻഡെക്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് അങ്ങനെ പോകും. അപ്പോൾ 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റുഡൻസ് ഓഫ് 0 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 0th പൊസിഷനിലുള്ള വാല്യൂ കിട്ടും. ഇവിടെ ജാഫർ എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇൻഡെക്സ് 2 ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് പൊസിഷനുള്ള വാല്യൂ എനിക്ക് കിട്ടും. അജ്സൽ എന്ന് പറയുന്ന വാല്യൂ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഇൻഡെക്സ് വെച്ചുകൊണ്ട് നമുക്ക് വാല്യൂ റിട്രീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കേണ്ട സ്ക്വയർ ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പൊസിഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷനുള്ള വാല്യൂനെ റിട്രീവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക്
അതേപോലെ നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ സ്റ്റുഡൻസ് ഓഫ് 0th പൊസിഷനിലുള്ള സ്റ്റുഡൻറ്റിനെ മാറ്റിയിട്ട് ഞാൻ ജവാദാക്കി കൊടുക്കുകയാണ്. ജാഫർ മാറ്റിയിട്ട് ഞാൻ ജവാദാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റുഡൻസിനെ പ്രിൻ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പുതിയ വാല്യൂ വെച്ചിട്ടുള്ളതാണ് എനിക്ക് കാണാം. ജാഫറിനെ മാറ്റിയിട്ട് ജവാദാക്കി. അപ്പോൾ ഇൻഡെക്സ് വെച്ചിട്ട് വാല്യൂ ഇങ്ങോട്ട് എടുക്കാനും അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ട് ഈക്വൽ ടു എന്ന പുതിയ വാല്യൂ നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ പൊസിഷനിലുള്ള വാല്യൂനെ മാറ്റിയിട്ട് പുതിയ വാല്യൂ ഇട്ട് കൊടുക്കും. ഓക്കെ. ഇനി നമുക്കൊരു ലിസ്റ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് LEN എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. നമ്മൾ നേരത്തെ സ്ട്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. LEN എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടർ എത്ര ലെറ്റർ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് 3 എലമെൻ്റാണ് ഒരു ലിസ്റ്റിലുള്ളത്. 1 2 3 എലമെൻ്റാണ് നമുക്കൊരു ലിസ്റ്റിലുള്ളത്. ഓക്കെ. പിന്നെ നമുക്കിനി ഈ ഒരു സ്ട്രിങ്ങിക്ക് പുതിയ വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡൻസ് ഡോട്ട് അപ്പൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിക്ക് ഞാൻ പുതിയ വാല്യൂ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സബ്ന എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ ആഡ് ചെയ്യാണ്. ഇങ്ങനെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് 4 ആയി. ഞാൻ അതിനെ പ്രിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത വാല്യൂ അല്ലെങ്കിൽ നമ്മൾ അപ്പൻഡ് ചെയ്ത വാല്യൂ അതിൻ്റെ ഏറ്റവും അപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞതാണ് നേരത്തെ ഉള്ളതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കലാണ്. അപ്പോൾ നേരത്തെ ഉള്ളതിൻ്റെ ശേഷം ഈ പുതിയ വാല്യൂ കൂടെ അതിൽ കൂട്ടിച്ചേർത്തു. സബ്ന എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ അതിൽ കൂട്ടിച്ചേർത്തു. അപ്പം അത് ആഡ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുപോയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ സ്റ്റുഡൻസ് ഡോട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ടും അപ്പൻറ്റും തമ്മിലുള്ള വ്യത്യാസം അപ്പൻറ്റ് ലാസ്റ്റിലാണ് ആഡ് ചെയ്യുക. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ വന്നിട്ട് സെക്കൻഡ് പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ആഡ് ചെയ്യാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വിഷ്ണു എന്നുള്ളത് ആഡ് ചെയ്യാണ്. നിങ്ങൾക്കറിയാൻ പറ്റും സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കൊടുക്കുന്ന പുതിയ വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പൊസിഷനിൽ കൊണ്ടുപോയിട്ട് അങ്ങ് ഇൻസേർട്ട് ചെയ്യും. അപ്പൻ്റെ നമ്മൾ ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട് അപ്പൻഡ് ചെയ്യും. ആ വേർഡിൻ്റെ മീനിങ് പോലെ തന്നെയാണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ സ്റ്റുഡൻസ് ഡോട്ട് റിമൂവ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഒരു അഡ്സൽ. ഇതെല്ലാം നമ്മുടെ സ്ട്രിങ് ലിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ട്രിങ് വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ നമ്പറാണ്. ഇപ്പോൾ നമ്പറിൻ്റെ ലിസ്റ്റിലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പം സ്റ്റുഡൻറ്റ് സ്കോർസൊക്കെയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് സ്കോർസ് ഡോട്ട് ഇൻസേർട്ട് ഓഫ്. ഇപ്പോൾ ഞാൻ 0th പൊസിഷനിൽ എനിക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0, ഞാനൊരു 130 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ 43 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ് നമ്മൾ എന്തിൻ്റെ ലിസ്റ്റാണെന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂ. ഇപ്പോൾ നമ്മൾ സ്ട്രിങ് വാല്യൂ ആയതുകൊണ്ട് സ്ട്രിങ് ഇൻസേർട്ട് ചെയ്യുന്നു. ന്യൂമറിക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ന്യൂമറിക് വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്സൽ എന്നുള്ളത് റിമൂവ് ചെയ്തു. ഇനി അത് റൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്സൽ എന്നുള്ള വാല്യൂ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ റിമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പൻഡ് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് അപ്പൻഡ് ചെയ്യും. റിമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ അത് വരുന്നത് ആ വാല്യൂ മാച്ചിങ് വാല്യൂ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് ഇതിലുണ്ടോ എന്നുള്ളത് നോക്കി ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് അഡ്സൽ എന്നുള്ള പറയാൻ AJS മാത്രം കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവില്ല. കാരണം അത് എറർ അടിക്കും. അതിൽ അങ്ങനെ ഒരു വാല്യൂ ഇല്ല, എക്സ് നോട്ട് ഇൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് എറർ അടിക്കും. ഓക്കെ. ഇനി നമുക്ക് വരുന്ന വേറെ സിനാരിയോ എന്ന് പറയുന്നത് നമുക്കൊരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ള വാല്യൂ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിമൂവ് അഡ്സൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാല്യൂ കൊടുത്തിട്ടല്ല റിമൂവ് ചെയ്തത്. എനിക്ക് വാല്യൂവിന് പകരം ഒരു പെർട്ടിക്കുലർ പൊസിഷൻ കൊടുത്തിട്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റുഡൻസ് ഡോട്ട് പോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പോപ്പ് എന്നുള്ളത് കൊടുത്തിട്ട് ഞാൻ പൊസിഷൻ കൊടുക്കുകയാണ്. ഞാൻ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂവിനെ അത് റിമൂവ് ആവും. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ സെക്കൻഡ് പൊസിഷനിൽ വിഷ്ണുവിനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തൊട്ട് താഴെ തന്നെ വന്നുകൊണ്ട് വിഷ്ണുവിനെ റിമൂവ് ചെയ്തു. അപ്പം അതിൽ ഇപ്പോൾ വിഷ്ണു ഫൈനൽ ലിസ്റ്റിലില്ല. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് റിവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എനിക്ക് ഇതിലുള്ളത് ജാഫർ സുഹൈത്ത് അഡ്സൽ ഇങ്ങനെ ഒരു ഓർഡറിലാണല്ലോ ഉള്ളത്. അപ്പം ഇതിനെനിക്ക് റിവേഴ്സ് ചെയ്യണം. അപ്പം സ്റ്റുഡൻസ് ഡോട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൻ്റെ ഉള്ളിലെ ഡാറ്റിനെ
ഫസ്റ്റ് ഉള്ളതിന് ലാസ്റ്റ് കൊണ്ടുവിടും, ലാസ്റ്റ് ഉള്ളതിന് ഫസ്റ്റ് കൊണ്ടുപോയിട്ടിടും. അപ്പോൾ അതാണ് റിവേഴ്സ് നടക്കുക. ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സബ്ന, അജ്സൽ, സുഹൃത്ത്, ജവാദ്. അപ്പം അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡാറ്റയെല്ലാം ഉണ്ട്. ഞാനിതെല്ലാം കമൻറ്റ് ചെയ്യാണ്. ഈ കോഡിൽ ഞാൻ കമൻറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സ്ലാഷ് അടിച്ചാൽ മതി. സ്ലാഷ്, നമ്മുടെ ഡോട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്ലാഷ് സിമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ ഈ സ്ലാഷ് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്ലാഷ് അത് അടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സ്ലാഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കമൻ്റ് ആവും. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ ഞാൻ ഇതിലുള്ളത് ജാഫർ, സുജിത്ത്, അജ്സൽ ഇങ്ങനെയാണുള്ളത്. എനിക്കിതിനെന്ത് ചെയ്യണം? ഒരു ഓർഡറിൽ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പം ഒരു സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിലൊരു ക്ലാസ് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ പേരിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആക്കിയിട്ട് നിങ്ങൾ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വെച്ച് നെയിം വരുന്ന സ്റ്റുഡൻസ് ഏറ്റവും മുന്നിൽ, പിന്നെ ബി വെച്ചിട്ട് അവരെ തൊട്ട് ബാക്കിൽ, സി വെച്ചിട്ടുള്ളവരെ തൊട്ട് ബാക്കിൽ, ഇങ്ങനെ അവരുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ നോക്കിയിട്ട് അത് ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കിയിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ അറേഞ്ച് ചെയ്യും. അതിനാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ട്രിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലും സോർട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിവേഴ്സ് ഓർഡറിലും നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം സെഡ് വെച്ചിട്ടുള്ളവർ ആദ്യം, പിന്നെ അതിൻ്റെ തൊട്ട് ശേഷം എക്സ്, അങ്ങനെ കൊണ്ടുവന്നിട്ട് എ വെച്ചിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് വരും. ഇനിയിപ്പോൾ ഒരു നമ്പറിൻ്റെ ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡർ ഉണ്ട്, ഡിസെൻഡിങ് ഓർഡർ ഉണ്ട്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചെറിയ വാല്യൂ, പിന്നെ തൊട്ട് വലിയ വാല്യൂ, വലിയ വാല്യൂ, അങ്ങനെ കൊണ്ടുവന്നിട്ട് ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും ആദ്യം ഉണ്ടാവാം, ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവാം. ഓക്കെ, ഇനി അതിൻ്റെ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ഏറ്റവും വലിയ വാല്യൂ ആദ്യം, ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും ലാസ്റ്റ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ ലിസ്റ്റിൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ഡോട്ട് സോർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. നോർമലി നമ്മൾ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് സോർട്ട് ചെയ്യുക. ഇനിയിപ്പം സ്റ്റുഡൻസിൻ്റെ സ്കോർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ സോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, ഡീഫോൾട്ടായിട്ട് എപ്പോഴും അസെൻഡിങ് ഓർഡറാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഞാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനെ നമ്മൾ സോർട്ട് ചെയ്തപ്പോൾ സ്റ്റുഡൻസിനെ സോർട്ട് ചെയ്തപ്പോൾ അജ്സൽ എന്നുള്ളത് ആദ്യം വന്നു, പിന്നെ ജാഫർ വന്നു, പിന്നെ സുജിത്ത് വന്നു. ഓക്കെ, അത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് എ വെച്ചിട്ടുള്ളവർ ആദ്യം, പിന്നെ എസ് വെച്ചിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ്, അങ്ങനെ. ഇനി ഇതിന് നമ്മൾ ഇതേപോലെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 45 എന്ന് പറയുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും ആദ്യം വന്നു, ഏറ്റവും വലിയ വാല്യൂ ആയിട്ടുള്ള 50 ഏറ്റവും ലാസ്റ്റ് പോയി. അപ്പോൾ ഇതാണ് അസെൻഡിങ് ഓർഡറിൽ. സ്ട്രിങ്ങിൻ്റെ കേസിൽ ആൽഫബറ്റ് ആണ് കൺസിഡർ ചെയ്യുക, നമ്പറിൻ്റെ കേസിൽ നമ്പറാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ഡിഫോൾട്ട് സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലാണ്, ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ. ആൽഫബറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ എ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല വേണ്ടത്, ഏറ്റവും സ്കോർ കൂടിയ ആളെ നമ്മൾ ഇപ്പോൾ റാങ്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മാർക്ക് കൂടിയവർ ഫസ്റ്റ് വരണം, ഏറ്റവും മാർക്ക് കുറഞ്ഞവർ ഏറ്റവും ലാസ്റ്റിക്ക് പോകണം. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, ബൂളിയൻ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പം സ്കോറിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ എന്തായി, ഏറ്റവും മാർക്ക് കൂടുതലുള്ളവർ ആദ്യം വന്നു. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഉള്ളവർ ഏറ്റവും മാർക്ക് കൂടിയ ആൾക്കാരാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഈ സ്ട്രിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഈക്വൽ ട്രൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ എസ് വെച്ചിട്ടുള്ളവർ, എ വെച്ചിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റിക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും. അസെൻഡിങ് ആണ് ബൈ ഡിഫോൾട്ട്, ഡിസെൻഡിങ് ആക്കണം എന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഈക്വൽ ട്രൂ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിസ്റ്റിൻ്റെ കേസിൽ ഡിഫോൾട്ട് ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ വെച്ചിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.